വട്ടിയൂർക്കാവിൽ പ്രശാന്ത് തോറ്റതിൻ്റെ ഒരു ഘടകം സുഗതനാണ്. അതുകൊണ്ടാണ് മുരളീധരൻ അറിയാതെയോ അറിഞ്ഞോ ആകാശത്തേക്കൊന്നും വെടിവെച്ച് ആളെ പിടിക്കുന്ന പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കാപ്പയിലെ നിയമം അത്ര കടുത്തതാണ്. ഒരു 3 കടുത്ത ക്രിമിനൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ അത് അത് വിധി പോലും വരണ്ട. ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാപ്പ നിയമത്തിൽ പിടിച്ചാത്തിടാം. തിരുവനന്തപുരത്ത് നഗരസഭയുടെ ഭരണം കളഞ്ഞാൽ പല ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ കളയുമെന്ന് പറഞ്ഞാൽ പല ഗുണങ്ങളുണ്ടെന്ന് CPM കരുതുന്നുണ്ട്. അത് അവരുടെ അന്വേഷണങ്ങൾ ഉൾപ്പെടെ, അവരിലേക്ക് പോകുന്ന അന്വേഷണങ്ങൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ അവർക്ക് ചില ലിബർട്ടികൾ കിട്ടും. കോൺഗ്രസ്സുകാരനോട് വിട്ടുവീഴ്ച ചെയ്താലും, ലീഗുകാരനോട് വിട്ടുവീഴ്ച ചെയ്താലും, പിന്നെ സഭയോട് വിട്ടുവീഴ്ച ചെയ്താലും മാർക്സിസ്റ്റുകാരോട് വിട്ടുവീഴ്ച ചെയ്യരുത്. എങ്ങനെ പോയാലും ഒരു 10 സീറ്റ് എപ്പോഴും പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ BJPക്കാർ പിടിമുറുക്കിയത് CPMനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് നഷ്ടമാകുമോ? സുഗതനെ കാപ്പ കേസിൽ CPM മനഃപൂർവ്വം കുടുക്കിയതോ? എന്തായിരിക്കും ഇനി അങ്ങോട്ട് നഗരസഭയിൽ കാണാൻ പോകുന്നത്? നമ്മോടൊപ്പം ചേരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നഗരസഭാ ഭരണം ആദ്യമായിട്ടാണ് BJPക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്തിലൂടെ. അതിപ്പോൾ നഷ്ടമാകുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും സംയുക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം കേരളത്തിൽ ഈ ഭരണം, അതായത് BJPയുടെ ഒരു നഗരസഭാ ഭരണം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനവരാവുന്ന എല്ലാ ശക്തിയും പ്രയോഗിക്കുമെന്നുള്ളത് നമുക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞു. ഇതിന് വിവിധ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ എല്ലാം പ്രയോഗിക്കും. അത് വ്യക്തമാക്കുന്നതാണ് ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം കണ്ടത്. ഇഴഞ്ഞ് ഒരു മേയർക്ക് അയാളുടെ കസേരയിൽ കയറി ഇരിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇത്രയും ക്യാമറകൾ നിൽക്കവേ, ക്യാമറകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് മുഴുവൻ കാണാം, ഇന്ത്യക്ക് മുഴുവൻ കാണാം, ലോകത്തിന് മുഴുവൻ കാണാം എന്ന നിലയിൽ ക്യാമറകൾ ഉറപ്പിച്ചിരിക്കുമ്പോൾ പോലും കബഡി കളിയിൽ പോലും കാണിക്കാത്ത വിധത്തിലുള്ള മെയ്വഴക്കങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു മേയറെ പിടിച്ചു നിർത്തി ഇടിച്ച് പിഴിഞ്ഞ്, അതേസമയം അയാളുടെ കാല് ഒടിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ, ലിഗമെൻ്റൊക്കെ തെറ്റി ഒരു വിധത്തിൽ നീന്തി തുടിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചേംബറിലെത്തിയത്. കേരളത്തിലെ ജനങ്ങൾ, തിരുവനന്തപുരത്തെ ജനങ്ങൾ നൽകിയ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ കസേരയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ അത്ര ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഇനി കാണാനിരിക്കുന്നു ശ്രീപത്മനാഭ എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീപത്മനാഭ വിളിയിലാണ് കുറേ പേർക്ക് സത്യപ്രതിജ്ഞ ആ ഒരു വിഷയം വന്നത്. എനിക്കൊന്ന് 20 കൗൺസിലർമാർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താൽ മതി, അതാണ് കോടതി പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ ശ്രീപത്മനാഭൻ എന്നും ആറ്റുകാലമ്മയും എന്നൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതാണ് അവർക്ക് ഈ ഒരു വിഷയത്തിലേക്ക് പോയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല ശരിക്കും പറഞ്ഞാൽ. അതിൽ തന്നെ കളക്ടർ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഇത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് സത്യവാചകം കറക്റ്റായിട്ട് ചൊല്ലുന്നുണ്ടോ എന്ന് നോക്കാൻ. അല്ലാതെ ഞാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ബാക്കി എങ്ങനെയും പറഞ്ഞോട്ടെ എന്ന് മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. അത് ഉടൻ തന്നെ തിരുത്തേണ്ടതാണ്. അതെ, അത് തിരുത്തലുണ്ടായില്ല. ധൻഖർ ഒരിക്കൽ ഇതുപോലെ ചെയ്തു, ചെയർമാനായിരിക്കവേ. പിന്നെ രാജ്യസഭയിൽ നമ്മുടെ സ്വാതി മാലിവാൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ട് വന്നു. അപ്പോൾ അവർ ഈ സത്യപ്രതിജ്ഞ ചൊല്ലിയിട്ട് ഒന്ന് വലിയ വിപ്ലവത്തിൽ നിൽക്കുന്ന സമയമാണ്. ഇൻഖിലാബ് ജിന്ദാബാദ് എന്നൊരു വിളിയും കൂടെ വിളിച്ചു. ധൻഖർ പറഞ്ഞു നോ 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 സ്റ്റോപ്പ് ദെയർ. എന്നിട്ട് അവർ ന്യായം പറയാൻ ഗോട്ട് യുവർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പറഞ്ഞയക്കുന്ന പോലെ അദ്ദേഹം സീറ്റിൽ പൊടി ഇരുത്തി. എന്നിട്ട് പറഞ്ഞ് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലുന്നതിന് കുറച്ച് അന്തസ്സൊക്കെ ഉണ്ട്, അതിന് പ്രത്യേക കാര്യമുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇൻഖിലാബ് വിളിക്കാനും അതൊന്നും ഇവിടെ പറ്റില്ല. നിങ്ങൾക്ക് പറയാനുള്ള വാചകം ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അത് പ്രകാരം പറഞ്ഞോണം, ഒന്നുകൂടെ അവസരം തരാമെന്ന് പറയിച്ചു വിട്ടു. അല്ല, തമിഴ്നാട്ടിൽ വിജയ് സത്യപ്രതിജ്ഞ വേളയിൽ ഒരു വൈകാരികമായ പ്രസംഗം ആണ് നടത്തിയത്. അവിടെ ഗവർണർ ഇടപെട്ടു. അതെ, ആ ചൊല്ലിക്കൊടുക്കുന്ന ആളാണ് ഇത് ആദ്യം തിരുത്തേണ്ടത്. ഇവിടെ അതുണ്ടായില്ല. ഇവിടുത്തെ പ്രതിപക്ഷവും ചൂണ്ടിക്കാണിച്ചെന്ന് ഇത് തെറ്റാണ് എന്ന്. പക്ഷേ എന്നിട്ടും അത് കഴിഞ്ഞു പോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ഭരണാധികാരി പോയി, കളക്ടർ പോയി. അതാണ് അതിലെ വെട്ടിലായ ഒരു വലിയ പ്രശ്നമായത്. ഓക്കെ, അതല്ല അന്ന് തിരുത്തി ആ ഒരു അന്ന് അപ്പോഴും തിരുത്താമായിരുന്നു. ഈ ചൊല്ലിയവരെല്ലാം വീണ്ടും ഒന്നുകൂടെ ചൊല്ലാനായിട്ട് കളക്ടർ പറഞ്ഞ ആ പ്രശ്നം തീരുമായിരുന്നു.
അല്ല, ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിയമസഭയിൽ പോലും, ഉള്ളതാണ്. അല്ലേ? സുപ്രീം കോടതിയുടെ വരെ വിധിയുണ്ട് ഇതിനൊക്കെ, എഗൻസ്റ്റ് ആയിട്ടും ഒക്കെ വന്ന വിധികൾ. അവിടെയാണ് ഈ ഒരു തടസ്സം സൃഷ്ടിച്ചത്. അത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതിനു മുമ്പ് ചിലരൊക്കെ പറഞ്ഞത് സമരം നടത്തിയിട്ട് ആരും ഗൗനിക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ പിന്നെ ഒരല്പം അക്രമമാവാം എന്ന് കരുതി കാണും എന്നുള്ളതാണ് ചിലരൊക്കെ പറഞ്ഞത്. തേച്ചത് പാണ്ടായി. വി രാജേഷ് ഇന്ന് കേരള മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പിന്നെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറി. ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറി. BJPയുടെ ദേശീയ നേതാക്കൾക്ക് ഇന്ന് അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇതാണ്. അവിടുന്ന് എല്ലാ സംരക്ഷണവും ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക. ഓക്കെ, അതിനൊപ്പമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. സുഗതൻ എന്ന കൗൺസിലർ, BJP കൗൺസിലറാണ്, അദ്ദേഹത്തെ കാപ്പ കേസിൽ പെടുത്തിയിരിക്കുകയാണ്. ഇതുമൂലം BJPയുടെ ഭൂരിപക്ഷം നഷ്ടമാകുമോ എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. BJPക്ക് 50, ഒരു സ്വതന്ത്രന് പിന്തുണയും കൂടി ആകുമ്പോൾ 51. ഇതായിരുന്നു ഇതുവരെയുള്ള കക്ഷി നിലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന NDAയുടെ സ്കോർ. അതിന് തൊട്ട് താഴെ നമ്മൾ നോക്കുമ്പോൾ 29 CPMന് അല്ലെങ്കിൽ LDFന് 29 അംഗങ്ങളുടെ പിന്തുണ, 20 അംഗങ്ങളുടെ പിന്തുണയാണ് UDFനുള്ളത്. ഒരു സ്വതന്ത്രനും ബാക്കിയാവുന്നു. ഒരു സ്വതന്ത്രൻ എന്തായാലും BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആ സ്വതന്ത്രനെയും ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പം നടക്കുന്നത് രാധാകൃഷ്ണന് മേയർ സ്ഥാനം അങ്ങനെ ഇങ്ങോട്ട് ചാടിച്ചു കഴിഞ്ഞാൽ എളുപ്പമായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അതാണ് കാലുമാറി കിട്ടുമെങ്കിൽ അങ്ങനെ, പിന്നെ സുഗതനെ പൂട്ടിയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ല ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ, കാലേവാരി പിന്നെ മേയറെ തറക്കടിച്ചാൽ അങ്ങനെ, എങ്ങനെ ഭൂരിപക്ഷം ഒപ്പിക്കാൻ നോക്കുമോ അല്ലെങ്കിൽ എങ്ങനെ തള്ളിയിടാൻ നോക്കുമോ എന്നുള്ള രീതിയിലാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോൾ ഒരുപോലെ നിൽക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ സുഗതനിലേക്ക് വരുമ്പോൾ, സുഗതൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കേസ്, അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അത് മത്സരിപ്പിച്ചതും ആ സമയത്തൊക്കെ തന്നെ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഓട്ടക്കുറവല്ലേ? BJPക്ക് അങ്ങനെ ഒരു പിഴവ് ഇവിടെ സംഭവിച്ചില്ലേ? ഇല്ല, സുഗതൻ എന്ന് പറയുന്ന ആളിനെ എനിക്ക് 10 വർഷമായിട്ട് അറിയാം. ഞാൻ തിരുവനന്തപുരത്തെ 1000-ഓളം റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ 2016 മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് വട്ടിയൂർക്കാവ് വികസനം. വട്ടിയൂർക്കാവ് വികസനത്തിന് ഞങ്ങളുടെ ആ മേഖലയിലുള്ള പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ എന്നെ അവിടെ വിളിക്കുകയും ഞാൻ അവിടെ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2018 ഈ സമരം, 17 മുതൽ തന്നെ ഈ സമരം ഊർജ്ജസ്വലമാക്കി. 2018 ഞങ്ങൾ അവിടെ ഞാൻ നിരാഹാരം കിടന്നതാണ്. ഫ്രാറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയി നിരാഹാരം കിടന്നതാണ്. സുഗതൻ എന്ന അവിടുത്തെ ഇതിൻ്റെ ഒരു പ്രധാന ആളായിട്ട് നടന്നതാണ്. ഇപ്പോൾ സുഗതനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുഗതൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. ഒരു സെൽഫ് മെയ്ഡ് മാനാണ്. കുറച്ച് നാൾ വസ്തു കച്ചവടമൊക്കെ നടത്തിയിരുന്നു. എന്നിട്ട് അയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് ശരിയാവില്ല ചേട്ടാ, കാരണം ഇതിനകത്തൊക്കെ പോയ ഒരുപാട് പ്രശ്നങ്ങളാണ്, അലമ്പുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പിന്നെ സ്റ്റീൽ ഇതിൻ്റെ ഒരു കടയൊക്കെ ഇട്ട് വളരെ മാന്യമായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹം. പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ അനീതി എവിടെ കണ്ടാലും ഇടപെടും. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രം പറഞ്ഞല്ലേ, സിനിമ സ്റ്റൈലിൽ ഇടപെടും. അതേ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം. അവിടെ പിന്നെ കണ്ണും മൂക്കും ഒന്നും നോക്കില്ല. അത് പലപ്പോഴും സുഗതന് ദോഷം വന്നിട്ടുണ്ട്. അതിൽ വേറൊന്നും ചെയ്യില്ല, ആശാൻ തട്ടിക്കയറും, ചിലപ്പോൾ കൈ തട്ടും. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ സുഗതനെ കോളറിൽ പിടിച്ചാൽ സുഗതൻ ആദ്യം പറയും, സാറേ കൈയ്യട്. അത് കേൾക്കുമ്പോൾ തന്നെ ഈ പോലീസ് ഓഫീസർക്ക് കലിപ്പ് കൂടും. എന്താടാ കൈയ്യട്, എന്തടാന്ന് വിളിക്കരുത്, സാർ എടാന്ന് വിളിച്ചാൽ ഞാൻ സാറിനെ എടാന്ന് വിളിക്കും. നീ എടാന്ന് വിളിക്കോടാ. അപ്പോൾ സുഗതൻ പറയും കൈയ്യടാ. അപ്പോൾ ഇയാൾ ഒന്നുകൂടെ എന്നാൽ നിൻ്റെ കൊരുക്കൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ കൈ തട്ടും സുഗതൻ. ഇത് പിന്നെ പോലീസിന് പിന്നെ ബാക്കി ഇന്നും വേണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സുഗതൻ ഇടപെട്ടിട്ടുണ്ട്. അതിൽ സുഗതൻ ഇച്ചിരി തൻ്റെ ഇടത്തോടു കൂടി ചെയ്യുന്ന ഈ സിനിമാ സ്റ്റൈലിൽ ഞാൻ പറഞ്ഞില്ലേ, മുട കണ്ടാൽ ഇടപെടുമെന്നും മമ്മൂട്ടി പറയില്ലേ, അതുപോലത്തെ ഒരു സ്വഭാവം സുഗതനുണ്ട്. ഇതുകൊണ്ടാണ് ജനങ്ങൾക്ക് സുഗതനോട് താല്പര്യവും എതിരാളികൾക്ക് സുഗതനോട് വെറുപ്പും. സുഗതൻ മുട കണ്ടാൽ ഇടപെടും. സുഗതൻ അത് യാതൊരു സംശയമില്ല. ചെറുപ്പം മുതൽ BJP കാരനായിരുന്നു. ഇല്ല, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ BJP ആക്കിയതാണ് സുഗതൻ. അത് ശരി. സുഗതൻ ഒരു BJP അല്ല. സുഗതൻ ഒന്നാന്തരം ഒരു സുഹൃത്ത് വലയവും ഒക്കെ ആയിട്ട് വട്ടിയൂർക്കാവിൽ ഇങ്ങനെ കളിച്ചിരിച്ച് നടന്നിരുന്ന വെച്ചാൽ പൈസയൊക്കെ കിട്ടി, ഓട്ടോറിക്ഷയൊക്കെ വിറ്റു, പൈസയൊക്കെ കിട്ടി, ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം വൈകുന്നേരം തട്ടയുടെ കയറി എല്ലാ സുഹൃത്തുക്കൾക്കും ചായയും കാപ്പിയും ദോശയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ നിന്ന് വിലസുക, വീട്ടിൽ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ വട്ടിയൂർക്കാവ് വികസന സമിതി രൂപീകരിച്ച് ഞങ്ങൾ പ്രക്ഷോഭം തുടങ്ങിയത്. അപ്പോൾ അതിൽ സുഗതൻ വന്നു. സുഗതനെ ഞങ്ങൾ വലിയ ആളാക്കി ഇട്ടു. സുഗതനെക്കുറിച്ചുള്ള ഇതിൽ പലരും ഈ തീവ്രവാദി, ഭീകരവാദി, വർഗീയവാദി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ്. വട്ടിയൂർക്കാവിലെ മോസ്ക്
എൻ്റെ ഒരു മൂല എടുക്കുന്നു, അത് വേണ്ടാന്ന് പറഞ്ഞ ആളാണ് സുഗതൻ. അത് നമുക്ക് ഒരുപാട് പ്രശ്നം, അത് നമുക്ക് ആപ്പ് വയ്ക്കുന്നതാണ്. ആ മോസ്കിൻ്റെ മൂല എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവനാണ് സുഗതൻ. ഇതൊന്നും പലർക്കും അറിയില്ല, മനസ്സിലല്ലേ? ഇതിനകത്ത് പ്രശ്നം വന്നത് ഇദ്ദേഹം പോലീസുമായിട്ട് 2-3 പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ്റെ നടയിൽ അവർ ഈ മന്നൽ കെട്ടുന്നതിനെ എതിർത്തു. അപ്പോൾ അന്ന് ഞാനും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ പോയി സംസാരിച്ചു, ഇത് താൽക്കാലികമാണ് എന്നൊക്കെ പറഞ്ഞ് അത് കെട്ടാൻ സമ്മതിച്ചു. പക്ഷേ പിന്നീട് പോലീസിന് അത് ശല്യമായി. പോലീസ് സ്റ്റേഷൻ്റെ നടയിൽ തന്നെയാണ് ഈ പന്തൽ, അത് അവിടെ നിന്ന് പൊളിക്കണമെന്ന് പറഞ്ഞു തുടങ്ങി. അതിൽ സുഗതൻ പോലീസുമായിട്ട് വലിയ വാഗ്വാദങ്ങൾ. അപ്പോൾ പോലീസ് ശത്രുവായി, അതോടൊപ്പം മാർക്സിസ്റ്റുകാരുടെ ശത്രുവായി. ഓക്കെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് വിജയിക്കേണ്ടതാണ്. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് തോറ്റതിൻ്റെ ഒരു ഘടകം സുഗതനാണ്. അതുകൊണ്ടാണ് മുരളീധരൻ അറിയാതെയോ അറിഞ്ഞോ ആകാശത്തേക്കൊന്നും വെടിവെച്ച ആളെ പിടിക്കുന്ന പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞത്. അല്ല, അവിടെ സ്വാഭാവികമായും സാധാരണക്കാർക്ക് തോന്നുമല്ലോ സർ, ഈ അതിന് തൊട്ട് മുമ്പാണ് ED റെയ്ഡ് ചെയ്യാൻ വന്നപ്പോൾ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് ED ആക്രമിച്ചത്. അന്ന് ഈ പോലീസിൻ്റെ തോക്ക് എവിടെ പോയിരുന്നു? അതെ അതെ അതെ. അന്ന് ഒരു തോക്ക് പേരിനെടുത്ത് പുറത്ത് കാണിക്കാൻ പോലും അവർ ഒരുമ്പെട്ടോ ഇല്ല. അവിടെയാണ് 300-400 പേർക്ക് മുന്നിൽ പൂച്ചയെ പോലെ നിന്ന പോലീസാണ് അവിടെ പോയി 10 പേർക്ക് മുന്നിൽ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെച്ചത്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ മുരളീധരൻ അറിയാം എത്ര വലിയ കാപ്പയാണ് സുഗതൻ എന്നുള്ളത്. മുരളീധരൻ അറിയാം, വട്ടിയൂർക്കാവിലെയും വാഴട്ടോണത്തിലെയും ജനത്തിനറിയാം. അപ്പോൾ ഇത് ബോധപൂർവം ഈ കാപ്പ ചുമത്തിയതാണ്. ഈ ഞാൻ പറഞ്ഞ ഈ പ്രശ്നമുണ്ട്, കാപ്പ ചുമത്തിയതിൽ ബോധപൂർവമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ കാപ്പ ചുമത്താൻ തക്ക ഒരു ക്രിമിനൽ അല്ല സുഗതൻ എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് കാപ്പയിലെ നിയമം അത്ര കടുത്തതാണ്. ഒരു 3 കടുത്ത ക്രിമിനൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ അത് അത് വിധി പോലും വരണ്ട. ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാപ്പ നിയമത്തിൽ പിടിച്ചാത്തിടാം. ഇപ്പം നമ്മൾ തമ്മിലൊരു അടിപിടി ഉണ്ടാകുന്നു, ലിയോ എൻ്റെ കോളിൽ പിടിച്ചു, കഴുത്തി പിടിച്ചു. 3 പ്രാവശ്യം ലിയോ അങ്ങനെ, അടുത്ത തവണ ഞാൻ വേറെ എൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ വിടുകയാണ്, അപ്പോഴും ലിയോയുടെ കോളറിൽ പിടിച്ചതിന് ലിയോ തിരിച്ച് അയാളുടെ കോളറിൽ പിടിച്ചു. അങ്ങനെ 3 പേരെ പിടിക്കുമ്പോൾ 3 പേരുടെ കഴുത്തി പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു ലിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് പിടിപാടുണ്ടെങ്കിൽ, പോലീസിൽ എനിക്ക് പിടിപാടുണ്ടെങ്കിൽ, ഡിസ്ട്രിക്ട് കളക്ടറിൽ എനിക്ക് പിടിപാടുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിൽ പിടിപാടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കും. ലിയോ രാധാകൃഷ്ണൻ കാപ്പ കേസിൽ പ്രതി ജയിലിൽ കിടക്കും, യാതൊരു സംശയമില്ല. അതാണ് ഈ നിയമത്തിൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ട് തന്നെ ഈ നിയമം ഉണ്ടാക്കിയെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? റൈറ്റ് ടു ലൈഫ്, എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം. അതിനെ ഹനിച്ചിട്ടുണ്ട് ഇവിടെ. രണ്ടാമത്തത്, എനിക്ക് കേസ് 22 പ്രകാരം എനിക്ക് ഒരു കേസ് തടങ്കൽ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ വക്കീലിനെ വയ്ക്കാൻ, അതിനൊക്കെ പറയാനൊക്കെ ഉള്ള അവകാശം. അതൊന്ന്. ഇതിനേക്കാൾ വലിയ ഇതൊന്നും BJP-കാർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇതിനേക്കാൾ വലുതാണ് ജനപ്രാതിനിധ്യ നിയമം. അത് കൗൺസിലർക്ക് MLA-ക്കും MP-ക്കും പറഞ്ഞിരിക്കുന്നത് ഇല്ലാതാകുന്നില്ല. ഇപ്പം ക്രിമിനൽ കേസ് പ്രതിയായ പറ്റില്ല, മറ്റ് കേസുകളിലെ അറസ്റ്റിന് പ്രൊട്ടക്ഷനുള്ളൂ. പക്ഷേ ജനപ്രാതിനിധ്യ നിയമത്തിലെ ചില വ്യവസ്ഥകൾ സുഗതന് ആപ്ലിക്കബിളായിട്ട് വരും. അത് BJP-കാർ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ BJP-യുടെ വക്കീൽ അതൊക്കെ കൺസിഡർ ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. കാരണം ഒരാളെ കാപ്പ കേസിൽ പ്രതിയാക്കിയതുകൊണ്ട് വാഴട്ടോണത്തെ പ്രതിനിധി ജനങ്ങൾ എന്ത് ചെയ്തു? അവരുടെ വോയിസ് പറയാൻ ആൾ വേണ്ടേ? അയാൾ ജയിലിൽ കിടക്കുമ്പോഴും അയാളുടെ മണ്ഡലത്തിലെ കാര്യങ്ങൾ പറയാനായിട്ട് അയാളെ അവിടുന്ന് വിടേണ്ട ആവശ്യമുണ്ട്, നേരെ വാദിച്ചാൽ. രണ്ടാമത്തേത്, തിരുവനന്തപുരത്തെ ജനങ്ങൾ 25 ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് നിശ്ചയിച്ചത് ഇവിടെ മേയറായിട്ട് BJP-കാരൻ വരണമെന്ന്. അതിന് നിങ്ങൾക്ക് ഒരാളെ കാപ്പ കേസ് പ്രതിയാക്കി ഈ 25 ലക്ഷം ജനങ്ങളുടെയും ജനാധിപത്യ താല്പര്യത്തെ ഖനിക്കാൻ പറ്റുമോ? ഇത് നിങ്ങൾ ഹൈക്കോടതി ചോദിച്ചാൽ, സുപ്രീം കോടതി ചോദിച്ചാൽ അപ്പോൾ സുഗതനെ വിട്ടിരിക്കും. ഇത് ശരിയായ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ സുഗതൻ വെളിയിൽ വരും. അപ്പോൾ ഈ കേസിൻ്റെ ഇത്തരത്തിലുള്ള വശങ്ങൾ ഇവിടുത്തെ BJP നേതൃത്വത്തിന് ബോധ്യമായില്ല എന്നാണോ, അതോ അവർ ഉദാസീനത കാണിച്ചു? എനിക്കറിയില്ല ഇതെന്താണ് ചെയ്തതെന്ന്. ഇതിനകത്ത് ഒരുപാട് അനാസ്ഥ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ അല്ലായിരുന്നു BJP കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അതിനി തൊഴുത്തിൽ കുത്താണോ, കുതികാൽ വെട്ടപ്പാണോ, അതോ അനാസ്ഥയാണോ, അജ്ഞതയാണോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അവർ ഉണർന്നു. ഇതിൻ്റെ പോക്ക് അവർക്ക് ആദ്യമേ ഗണിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ പോക്ക് എവിടേക്കാണെന്നുള്ളത് വി രാജേഷിന് അറിയാമായിരിക്കും, മറ്റു പലരും ഗണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ ഉണർന്നോ എന്ന് എനിക്ക് സംശയമാണ്. ദേശീയ നേതൃത്വം പോലും ഇപ്പോഴാണ് അറിയുന്നത്. ദേശീയ നേതൃത്വം ഇപ്പം ഇടപെടാമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് നീങ്ങുന്നത് എന്നറിഞ്ഞപ്പോൾ അതിന് ഗുണമായത് കബഡിയിലെ ഗുസ്തിക്കാരൻ മറ്റേ ലൈനിൽ എത്തുന്ന പോലെ നമ്മുടെ മേയർ കസേര പിടിക്കാൻ പോയപ്പോൾ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇത് കണ്ടിട്ടുണ്ടെന്നാണ്
പറയുന്നത്. ഓക്കെ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ എന്ത് അക്രമമാണ് നടക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി, പക്ഷേ ജനങ്ങൾ പ്രതികരിക്കില്ല. നമ്മുടെ ജനം അങ്ങനെയാണ്. അത് പ്രതികരിച്ചാലും ചിലപ്പോൾ വോട്ടിലൂടെ പ്രതികരിക്കും. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ BJP തിരുവനന്തപുരം ഷുവറായിട്ടും പിടിക്കും. കേരളം മൊത്തം പിടിച്ചുകൂടായികയില്ല. അതായത് ഇവിടെ ഇടതു മുന്നണിയും വലതു മുന്നണിയും യോജിച്ചാൽ ഇത് ഒരു BJP ഗവൺമെൻറ്റിനെ താഴെയിറക്കാനെന്നുള്ളതല്ല ഇതിൻ്റെ പിന്നെ നറേഷൻ പോവുക. ഒരു ഹിന്ദു പിന്നെ അനുകൂലമുള്ള ഒരു സംഘടനയുടെ ഭരണത്തെ അട്ടിമറിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. ഇത് കേരളമെമ്പാടും CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഇനിയും ഹിന്ദു വോട്ടുകൾ ചോരാനിടയാകും. നിങ്ങൾ എഴുതി വെച്ചോ. ഓക്കെ. യാതൊരു സംശയവും വേണ്ട. അതവർക്ക് അറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ചാടിക്കയറി ഇതിൽ യോജിക്കുമെന്നുള്ള സംശയം. പക്ഷേ എന്നാലും ഇപ്പോൾ യോജിക്കേണ്ട ആവശ്യങ്ങൾ ചിലത് അവർക്കുണ്ട്. തിരുവനന്തപുരത്ത് നഗരസഭയുടെ ഭരണം കളഞ്ഞാൽ പല ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ കളയുമെന്ന് പറഞ്ഞാൽ പല ഗുണങ്ങളുണ്ടെന്ന് CPM കരുതുന്നുണ്ട്. അത് അവരുടെ അന്വേഷണങ്ങൾ ഉൾപ്പെടെ, അവരിലേക്ക് പോകുന്ന അന്വേഷണങ്ങൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ അവർക്ക് ചില ലിബർട്ടികൾ കിട്ടും. മനസ്സിലായില്ലേ? ഓക്കെ. ഒരു സമവായം. ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള തരത്തിൽ ഒരു വിലപേശലിനുള്ള ഒരു വേദി അവിടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ. അതാണ് CPM-ന്റെ നേതൃത്വം ചിലപ്പോൾ ഇതിനകത്ത് ഇടപെടാൻ സാധ്യത. അല്ലെങ്കിൽ അവർക്കറിയാം ഇത് പ്രശ്നമാണെന്ന്. കാരണം ഉള്ള ഹിന്ദു വോട്ടുകൾ കൂടി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകുന്ന പരിപാടിയാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് സപ്പോർട്ട് ചെയ്താൽ ഉണ്ടാവുക. പക്ഷെ അവർ അറ്റകൈ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കാരണം അവർക്ക് അറ്റകൈ ചെയ്യേണ്ട ചില കാരണങ്ങളും ഉണ്ടായിരിക്കുന്നു. ഓക്കെ. പല കേസുകൾ, പല ചോദ്യം ചെയ്യലുകൾ, ഇതൊക്കെ തന്നെ കൂടുതൽ മുറുകാനുള്ള സാധ്യത, അന്വേഷണ ഏജൻസി മാറാനുള്ള സാധ്യത, മുറുകിയത് അയയാൻ സാധ്യത വരും എന്നാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ ദേശീയ നേതൃത്വം തിരിച്ചാണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാരണവശാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് വിട്ടുവീഴ്ച ചെയ്യരുത്. കോൺഗ്രസ്സുകാരനോട് വിട്ടുവീഴ്ച ചെയ്താലും, ലീഗുകാരനോട് വിട്ടുവീഴ്ച ചെയ്താലും, പിന്നെ സഭയോട് വിട്ടുവീഴ്ച ചെയ്താലും മാർക്സിസ്റ്റുകാരോട് വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം ആ ഹിന്ദു പാർട്ടി പൊളിച്ചില്ലെങ്കിൽ ഇവിടെ BJP എന്ന ഹിന്ദു പാർട്ടിക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. ഓക്കെ. എന്തായാലും ജനങ്ങൾ, എനിക്ക് തോന്നുന്നു പലരുടെയും പ്രതികരണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇത് ഭരണം നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനുണ്ട്. ഇങ്ങനെയാണ് അവരൊക്കെ പറയുന്നത്. അതിൻ്റെ പേരിൽ കുറേയേറെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം 40 വർഷത്തോളം ഭരിച്ചിരുന്ന ഈ ഭരണം നഷ്ടപ്പെടുക വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തേത്, 14 സീറ്റുള്ളതിൽ 13 CPM-ന് കിട്ടിയ സ്ഥലമാണ് ഇവിടെ. എങ്ങനെ പോയാലും ഒരു 10 സീറ്റ് എപ്പോഴും പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ BJP-കാർ പിടിമുറുക്കിയത് CPM-നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ശരിയാണ്. അതുമൂലം പിന്നെ ചില കൺസോളിഡേഷൻ, ന്യൂനപക്ഷ കൺസോളിഡേഷൻ കോൺഗ്രസിന് അനുകൂലമായും വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ ജയിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന് ന്യൂനപക്ഷ കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ, മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് നല്ല രീതിയിൽ കിട്ടി. അത് BJP അമിതമായി വളരുന്നതുകൊണ്ടാണ്. അപ്പോൾ BJP വളരുന്നതിൻ്റെ ദോഷം പരിഹരിക്കേണ്ടത് പിന്നെ UDF-ലാണ്, കോൺഗ്രസ്സിലാണ് എന്ന് ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് തോന്നുന്നു. അത് മാറ്റിയെടുക്കണം. അത് കോൺഗ്രസ് അല്ല, ഞങ്ങൾക്കാണ് കഴിയുക എന്ന് തിരുവനന്തപുരം നഗരസഭ പൊളിച്ചെടുക്കിയാൽ ഞങ്ങൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുമെന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യവും LDF-നുണ്ട്. ഓക്കെ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പും മുൻപ് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും ഒക്കെ തന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ NDA ശക്തമായ ഒരു ഇൻട്രോഡ്സ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ മാത്രമല്ല, ആലപ്പുഴ എല്ലാം അവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത് എഫക്റ്റ് ചെയ്യാതെ വന്നത് ഈ ഭരണവിരുദ്ധ വികാരം ശക്തമാവുകയും അത് കോൺഗ്രസിന്, അത് പിണറായി വിജയനെ താഴെ ഇറക്കണമെങ്കിൽ UDF വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ BJP-ക്ക് ഇത്രയൊന്നും അല്ല സീറ്റ് കിട്ടേണ്ടത്. ഇതിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പല സ്ഥലത്തും അങ്ങനെ പോളറൈസേഷൻ ഉണ്ടായതാണ്. പക്ഷേ എങ്ങാനും BJP വോട്ട് ചെയ്ത് BJP-യും ജയിച്ചില്ല, അവസാനം മാർക്സിസ്റ്റുകാരും ജയിക്കുന്ന അവസ്ഥ വന്നെങ്കിലോ എന്ന് പേടിച്ച് പലരും UDF വോട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ BJP പിടിമുറുക്കി, കോർപ്പറേഷൻ പിടിച്ചു, നിയമം പിടിച്ചു, നിയമസഭാ സീറ്റ്, കഴക്കൂട്ടം, 5ഓളം മണ്ഡലങ്ങൾ എപ്പോൾ വേണോ പിടിക്കാമെന്ന് വെച്ച് നിൽക്കുകയാണ് തിരുവനന്തപുരം. ഓക്കെ. ഈ 14-ൽ 5 മണ്ഡലങ്ങൾ എപ്പോൾ വേണോ BJP-ക്ക് കൈക്കലാക്കാം. പക്ഷേ അതുപോലത്തെ നേതാക്കളുണ്ടോ, രാജീവ് ചന്ദ്രശേഖരനെ പോലെ അല്ലെങ്കിൽ V. മുരളീധരനെ പോലെയൊക്കെയുള്ള നേതാക്കൾ നിന്ന് കഴിഞ്ഞാൽ ജയിക്കും. ഓക്കെ. ഈ അത്തരത്തിൽ നേതാക്കളെ സൃഷ്ടിച്ചെടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. മറ്റൊരു ചിന്തയും ഉണ്ട്, ഇത് ഇവരെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ചിലരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് യാതൊരു സംശയമില്ല. അതിപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യത രാജേഷിനായി മാറിയിരിക്കുകയാണ്.
അതങ്ങനെയല്ല വേണ്ടത്. അതിന് സംസ്ഥാന നേതൃത്വം വേണമെന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല വരേണ്ടത്. മുണ്ട് മുറുക്കി കുത്തി ഇറങ്ങണം അല്ലേ? ഇതല്ലാതെ ഒരു ആളെ കാപ്പ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ഇംഗിതം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യണ്ടേ? അത് ചോദ്യം ചെയ്യാൻ ഇവർക്ക് സുപ്രീം കോടതി വരെ പോകാൻ ആളില്ലേ? സുപ്രീം കോടതി എന്നേ ഇത് പോകാമായിരുന്നു. ഇപ്പം ഇപ്പോൾ ഇവർ ഇനി അഡ്വൈസറി ബോർഡിനെ കാത്തിരിക്കുകയാണ്. അഡ്വൈസറി ബോർഡ് നെഗറ്റീവായ എന്ത് ചെയ്യും? കറക്റ്റ്. ഇതിനൊക്കെ കാത്തു നിൽക്കാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡിന് സമയബന്ധിതമായി ഇതിന് മറുപടി കൊടുക്കാൻ ഉള്ള ഡയറക്ഷനെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് കൊടുക്കണ്ടേ? അത് കൊടുപ്പിക്കാൻ കഴിയാത്ത എന്താ? ഇവിടെ കൃത്രിമമായി ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നുള്ളത് തെളിയിക്കാനായിട്ടുള്ള ഒരുപാട് പ്രൂഫ് BJP ഇല്ലേ? അവസാനം നടത്തിയ മേയറുടെ കബഡി കളി ഉൾപ്പെടെ അത് സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ കണ്ടാൽ ബോധ്യം വരില്ല എന്നുണ്ടോ? അപ്പോൾ ഒരാളെ കാപ്പ കേസിൽ പ്രതിയായിക്കൊണ്ട് ഒരു ജില്ലയിലെ ജനങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം, ജനാധിപത്യ താല്പര്യത്തെ ഹനിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഏത് ഹൈക്കോടതിയാണ്, സുപ്രീം കോടതിയാണ് അതിനെന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറയാതിരിക്കുക? അയാളെ ശിക്ഷിച്ചിട്ടില്ല, കാപ്പ കേസിൽ പ്രതിയാണ്. 1 വർഷം വരെ കരുതൽ തടങ്കലിൽ വെക്കാൻ സാധ്യതയുണ്ട്. അത് സാധാരണ ക്രിമിനലിനാണ്. മനസ്സിലായില്ലേ? അയാളൊരു ജനപ്രതിനിധിയും കൂടിയാണ്. വാഴട്ടുകോണം വാർഡിലെ അല്ലെങ്കിൽ വാഴട്ടുകോണത്ത് ഇലക്ഷൻ നടത്തണം. ഇലക്ഷൻ നടത്താത്തോളം കാലം സുഗതനാണ് വാഴട്ടുകോണത്തിൻ്റെ ജനങ്ങളുടെ പ്രതിനിധി. അയാൾക്ക് വാഴട്ടുകോണത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് നഗരസഭയിൽ വന്ന് സംസാരിക്കാനുള്ള അവസരം, നഗരസഭ കൂടുമ്പോഴെല്ലാം സംസാരിക്കാനുള്ള അവസരം കൊടുക്കാൻ ഹൈക്കോടതിക്ക് പറയാവുന്നതാണ്. ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് എടുക്കേണ്ടതാണ്. ദിസ് ഇസ് നോട്ട് എൻ ഓർഡിനറി കേസ്. ഓർഡിനറി കാപ്പ കേസ് അല്ലത്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഇതിനകത്തൊരു നഗരസഭയെ തകർക്കുന്ന പ്രശ്നമുണ്ട്, ഇതിനകത്ത് പെറ്റി പൊളിറ്റിക്സ് ഉണ്ട്, പക്ക രാഷ്ട്രീയമുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു നല്ല വക്കീലുണ്ടെങ്കിൽ ഹൈക്കോടതിയിലും അവിടെ നിന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിലും പോയി ഈ ഒരു മാസത്തിനകം ഇതിനകം തന്നെ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ BJPക്ക് സോൾവ് ചെയ്യാമായിരുന്നില്ലേ? എന്തുകൊണ്ട് സോൾവ് ചെയ്തില്ല? എവിടെയൊക്കെ അപാകതകൾ അല്ലെങ്കിൽ അജ്ഞതകൾ അല്ലെങ്കിൽ അലംഭാവങ്ങൾ നിലനിൽക്കുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ സുഗതൻ എന്ന ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ നമുക്ക് ശ്രീലേഖ IPSൻ്റെ ചില വാക്കുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളൊരു ക്യാമറയും കൊണ്ടുപോയി വാഴട്ടുകോണത്തും വട്ടിയൂർക്കാവിലും ചോദിച്ചു നോക്ക്. ഒരു ക്യാമറ എടുത്തുകൊണ്ട് ചുമ്മാ നടന്ന ആളുകളോട് ചോദിച്ചു നോക്ക്, കാപ്പ കേസിലെ പ്രതിയാക്കാൻ തക്ക അപാകതയുള്ള ആളാണോ സുഗതൻ ചോദിച്ചു നോക്ക്. എനിക്കറിയാം, വർഗീയവാദികളോ അല്ലെങ്കിൽ പക്ക രാഷ്ട്രീയ വിരുദ്ധരോ അല്ലാത്ത ആരും തന്നെ, സാധാരണ ജനങ്ങൾ ആരും അത്തരത്തിൽ ഒരു ക്രിമിനൽ അല്ല എന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ എടുത്തുചാട്ടമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ചില കാര്യങ്ങളിൽ എടുത്തുചാടി ഇച്ചിരി മുഷ്ക് കാണിക്കുന്ന സ്വഭാവം സുഗതനുണ്ട്. അത് ഞാൻ സുഗതനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അബദ്ധത്തിന് ചാടും എന്ന് ഞാൻ സുഗതനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളോട് ഒന്നിച്ച് പ്രക്ഷോഭത്തിന് വരുന്ന സമയത്തും പുള്ളി പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ പുള്ളി പറയാതെ മാറ്റാൻ ഒക്കില്ല സാറേ, അതിപ്പോൾ ഞങ്ങൾ എടുക്കില്ലെന്ന് പറയും. പോലീസിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും മയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ബ്രിട്ടീഷ് പോലീസിൻ്റെ രക്തം ഇന്ത്യൻ പോലീസിൽ ഇപ്പോഴും ഓടുകയാണ്. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഇച്ചിരി മയം കാണിച്ചില്ലെങ്കിൽ അവർ ഉടനെ തന്നെ അവൻ്റെ കൈ ഇങ്ങനെ ധരിച്ചാൽ നമുക്ക് എൻ്റെ മുഖം നോക്കി സംസാരിക്കാറായോ എന്ന് വിട് സാറേ എന്ന് പറയും. അത് മോഹൻലാലും മമ്മൂട്ടിക്കും പറയാം. പക്ഷെ സുഗതൻ പറഞ്ഞാൽ ചിലപ്പോൾ കാപ്പ കേസിൽ പ്രതിയാകും. അത് സുഗതൻ മനസ്സിലാക്കിയില്ല. അതാണ് സുഗതൻ്റെ കുഴപ്പം. യെസ്, കാരണം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അധികാരം വേണം. ആ അധികാരത്തിൻ്റെ ഏറ്റവും തലത്തിൽ പോയി സ്വാധീനം ചെലുത്താൻ ഉള്ള കെൽപ്പ് നമുക്കും വേണം. ഇവിടെ അതില്ല. സുഗതന് കേന്ദ്രമന്ത്രിയെ കാണാനോ ആഭ്യന്തരമന്ത്രിയെ കണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറയാനോ ഒന്നുമുള്ള കെൽപ്പില്ലാത്തടത്തോളം കാലം സുഗതൻ അത് പോകാൻ പാടില്ല. ഇതൊന്നും സുഗതനെ ആരും ഉപദേശിക്കാനും ഇല്ല. അതാണ് വേറെ രസം. സുഗതൻ ഒരു തനിപ്പടി പോകുന്ന ആളാണ്. പക്ഷേ അയാളുടെ ഉദ്ദേശം, ഇൻറ്റൻഷൻ കറക്റ്റായിരുന്നു. വട്ടിയൂർക്കാവിലെ വികസനം നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കുമ്പോൾ CPM ഇത് ഒരു വിലപേശലിനുള്ള ആയുധമായി ആയിരിക്കും ഇതിനെ ഉപയോഗിക്കുക, അല്ലാതെ ഭരണം മറിച്ചിടാൻ ശ്രമിക്കില്ല. അങ്ങനെയാണെങ്കിൽ ജനവികാരം വളരെ ശക്തമായി വേഗത്തിലെതിരാകും. അങ്ങനെയുള്ളത് കൊണ്ടാണോ? അതായത് അവർക്കൊരു പാലം ഇടാൻ അവർ ശ്രമിക്കും. പാലം അങ്ങേ അറ്റത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മറിച്ചിടാം. പക്ഷെ മറിച്ചിടാൻ അത്ര എളുപ്പമല്ല BJP നേരെ വിചാരിച്ചു. കാരണം ഇപ്പം കേന്ദ്ര നേതൃത്വം ഇതിനകത്തേക്ക് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു. ഒരു പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് വന്ന് ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായാലും സുപ്രീം കോടതിയിലും പോയി വാദിച്ചു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിയുടെ അവകാശങ്ങളിൽ കാപ്പ ഉപയോഗിച്ച് പൂച്ചുവിലങ്ങിട്ടോ എന്നുള്ളൊരു ചോദ്യം
അവിടെ ചോദിക്കാനുള്ള അവസരം കിട്ടുകയാണ്. ഓക്കെ. അപ്പോൾ വെറും ഒരു ക്രിമിനലല്ല, ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിക്ക് ഇങ്ങനെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയും സാധിക്കുന്നേ. അപ്പോൾ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു കേസിൽ നമ്മൾ അയാളെ ആ MLA കാപ്പ കേസിൽ പ്രതിയാക്കിയ, ഇപ്പോൾ ഇവിടെ തന്നെ വിചാരിക്കുക വി ഡി സതീശന് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം നീക്കുക 71 അല്ലെങ്കിൽ 70, ഒരു MLA കിട്ടിയാൽ മതി. ആ MLA 3 പ്രാവശ്യം ഞാനോ ലിയോയെ പോയി കോളറി പിടിച്ച അയാൾ തിരിച്ചു പിടിച്ച ഒരു കേസ് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് ഇയാളെ കാപ്പ കേസിൽ പ്രതിയാക്കിയാൽ കേരള മന്ത്രിസഭ താഴെ പോകും. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവതരിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. ഇത് കഴിയണ്ടേ? ഇത് കേരളത്തിലെ ജനങ്ങൾ വളരെ നാളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ് ഒരു BJPയുടെ ഒരു എവിടെയെങ്കിലും ഒരു സഭയെങ്കിലും, ഒരു ഗ്രാമസഭയെങ്കിലും കാണുക എന്നുള്ളത്. അപ്പോൾ പാലക്കാട് നടന്നു, പക്ഷേ ഒരു നഗരസഭ ഇതുപോലെ പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമില്ല. അങ്ങനെ പിടിച്ചപ്പോൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് കാപ്പ ഉപയോഗിച്ചാണെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ, സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ സുഗതൻ രജനീകാന്ത് വരും പോലെ പാട്ടും പാടി നിയമസഭയിൽ വന്ന് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും, പിന്നെ ഈ നഗരസഭയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് വോട്ടും ചെയ്ത് അവിശ്വാസ പ്രമേയം തള്ളിച്ചിട്ട് വീണ്ടും ജയിലിൽ പോയി പിന്നെ ബാക്കി കേസ് നടത്തി അയാൾ പുറത്തു വരും. യെസ്. എന്തായാലും സുഗതൻ ഈ പറയുന്ന പോലെ കാപ്പ കേസിൽ പ്രതിയാകും വിധമുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല. പക്ഷേ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാൻ മടി കാണിക്കാത്ത ആളാണ്. ഇതാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ MS-ൻ്റെ അനുഭവം. അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട് സുഗതനെ. ആ ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ വിവരം ഇവിടെ പങ്കുവച്ചത്. ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭ ഭരണസമിതിയെ തള്ളിയിടുവാനും തള്ളിയിടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം CPM ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത്, ഗൂഢാലോചന നടത്തിയത് അവരുടെ ചില വിലപേശലുകൾക്ക് വേണ്ടിയാണ്. ആ വിലപേശലുകൾ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു ശ്രമം, അതായത് നഗരസഭാ ഭരണസമിതിയെ, കോർപ്പറേഷൻ ഭരണസമിതിയെ തള്ളിയിടാനുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ വളരെ ശക്തമാക്കുവാൻ BJP നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കാത്തിരുന്ന് കാണാം ഏത് തരത്തിലേക്ക് പോകും തിരുവനന്തപുരം നഗരസഭാ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, സുഗതനുമായി ബന്ധപ്പെട്ടുള്ള വിവാദമെന്ന്. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.